തമിഴ്നാട്ടിലുണ്ട് 500 കോടി സിനിമ, തെലുങ്കിലുണ്ട് 1000 കോടിയും 2000 കോടിയും സിനിമ, ഹിന്ദിയിലും ഉണ്ട് 1000 കോടി സിനിമ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ മാത്രം 300 കോടിക്ക് മുകളിൽ ഒരു സിനിമ പോയിട്ടില്ല. നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റാണ് ലോക എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ മാക്സിമം ടോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് 300 കോടിയാണ്. ആൻഡ് അതേസമയം പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 1800 കോടിയാണ്. ഈ പുഷ്പ 2വിനെയും ലോകയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആനയും മാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ സിനിമയുടെ കണ്ടന്റിന്റെ പകുതി പോലും പുഷ്പ 2വിലില്ല. എന്നിട്ടും കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകയുടെ എത്രയോ ഇരട്ടിയാണ് പുഷ്പ 2വിന് കിട്ടിയിരിക്കുന്നത്. വൈ? ഒന്നാമത്തെ കാര്യം ഓഡിയൻസ് ആണ്. കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ഇതിന്റെ ഏകദേശം ഇരട്ടിയാണ് തമിഴ്നാട്ടിലെ പോപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാൻ അത്രയും ആൾക്കാരുണ്ട്. അതേസമയം ഹിന്ദി സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഏരിയയിലും ഹിന്ദി അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്രയും ആൾക്കാർ സിനിമ കാണും, ഓഫ് കോഴ്സ് അത് റീച്ച് ആവും. അതുപോലെ തന്നെ ആ സിനിമകൾക്ക് നല്ലൊരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിലും കിട്ടും, അതുപോലെ ആ ലാംഗ്വേജ് സംസാരിക്കാത്ത ബാക്കി സ്ഥലങ്ങളിലും കിട്ടും. ഈ ഒരു റീച്ച് നമ്മുടെ പല മലയാള സിനിമകൾക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മൂവിയുടെ സ്കെയിലാണ്. നമ്മുടെ 1000 കോടിയും 2000 കോടിയും 1500 കോടി അടിച്ച ഒരുപാട് ഇന്ത്യൻ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമകളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 500 മുതൽ 600 മുതൽ 700 കോടി വരെയൊക്കെയാണ്. പക്ഷെ അതേസമയം ലോക എന്ന് പറയുന്ന മലയാള സിനിമയുടെ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാൽ 35 കോടി 40 കോടി മാക്സിമം, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്കെയില് ആൾക്കാർ ഡൗൺഗ്രേഡ് ചെയ്ത് കാണാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ ടോട്ടലി അതിനെ വലിയ സിനിമയായിരിക്കും, വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, വലിയ മാസമായിരിക്കും എന്നൊക്കെ കണ്ട് വലിയൊരു റീച്ച് കിട്ടും. അതേ സമയത്ത് നമ്മുടെ ഒരു ചെറിയ മലയാള സിനിമ വരുമ്പോൾ അതിന് അത്രയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസേ കിട്ടുന്നുള്ളൂ. കാരണം നമ്മുടെ മലയാള സിനിമകളിൽ ഒരുപാട് ബ്രഹ്മാണ്ഡ സിനിമകൾ ഉണ്ടെങ്കിലും ബ്രഹ്മാണ്ഡ സിനിമ എന്നുള്ള ഒരു ലേബല് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പാൻ ഇന്ത്യൻ ഒക്കെ നമ്മൾ വിളിച്ച് പോകുന്നുണ്ടെങ്കിലും അർഹിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. അടുത്ത റീസൺ എന്ന് പറയുന്നത് ആക്ടറിന്റെ പോപ്പുലാരിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അല്ലു അർജുൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലു അർജുൻ മലയാളികൾക്ക് പുതിയൊരാളല്ല. അല്ലു അർജുൻ ആദ്യമായിട്ട് വന്ന് പുഷ്പ 2 എന്നൊരു സിനിമ കൊണ്ട് നമ്മുടെ മുമ്പിൽ ഇടുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സ്വീകരിക്കില്ല. അതേസമയം അല്ലു അർജുന്റെ എല്ലാ സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്, മലയാളികളെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് സ്ഥിര പരിചിതമായ ഒരു മുഖമാണ് അല്ലു അർജുൻ്റെത്. അല്ലു അർജുന്റെ എല്ലാ സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുന്നുണ്ട് ആൻഡ് നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലു അർജുൻ ഈ ഏരിയയിൽ ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ. പക്ഷേ നമ്മുടെ മലയാള നടന്മാർക്ക് ഇതുപോലുള്ള റീച്ച് വളരെ 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 കുറവാണ്. മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സിനിമകൾ ഇതുപോലെ ഡബ് ചെയ്ത് അതേ ലോക്കൽ ലാംഗ്വേജിൽ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ചുരുക്കം ചില സിനിമകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫെമിലിയാരിറ്റി ആക്ടറിന് നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അല്ലു അർജുന് കിട്ടുന്നത് പോലുള്ള ഒരു ഫെമിലിയാരിറ്റി, അല്ലു അർജുന് കിട്ടുന്നത് പോലുള്ള ഒരു റീച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നായകന്മാർക്കും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കണ്ടന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 500 കോടിയും 1000 കോടി അടിക്കേണ്ട ഒരുപാട് മലയാള സിനിമകൾ വന്നു പോയി കഴിഞ്ഞു. പക്ഷെ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ 500 കോടി 1000 കോടി ബെഞ്ച് മാർക്കിലേക്ക് എത്താനുള്ള ഒരു റീച്ച് മലയാള സിനിമയ്ക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ മലയാള സിനിമകൾ റീച്ച് ആവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ മലയാള സിനിമകളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, പൊക്കി അടിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള സിനിമകൾക്ക് ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി ആണെങ്കിലും തമിഴ് ഇൻഡസ്ട്രി ആണെങ്കിലും ബോളിവുഡ് ആണെങ്കിലും അവർക്ക് കിട്ടുന്ന പോലുള്ള റീച്ച്, അവർക്ക് കിട്ടുന്ന പോലുള്ള ഒരു സ്കെയില്, അവർക്കുള്ള പോലത്തെ ഒരു പോപ്പുലാരിറ്റി, അവർക്കുള്ളത് പോലത്തെ ഒരു ആക്ടർ ഫെമിലിയാരിറ്റി നമ്മുടെ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ, ആ ഒരു ഫാക്ടർ കൊണ്ട് മാത്രമേ മലയാള സിനിമയ്ക്ക് 500-1000 കോടി എത്താൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പോപ്പുലേഷൻ ലിമിറ്റഡ് ആണ്. ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ വെച്ചിട്ട് മാക്സിമം 200 കോടി 150 കോടിയൊക്കെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ കിട്ടാൻ പറ്റുള്ളൂ. ബാക്കി കളക്ഷൻ കിട്ടണമെങ്കിൽ അത് ഔട്ട്സൈഡ് കേരള വേണം. അതിന് ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ആ സാധനം വന്നില്ലെങ്കിൽ ഇപ്പോഴും ഇനിയും മലയാള സിനിമ 200-300 കോടി കിടന്ന് കറങ്ങുകയുള്ളൂ. ഒരിക്കലും 500-1000 കോടിയിലേക്ക് എത്താൻ പോകില്ല.